ഹലോ, അസ്സാമു അലൈക്കും. ഈ പെരുന്നാൾ നമുക്ക് കുറച്ച് വെറൈറ്റി പിടിച്ചാലോ? ഒരു ടേസ്റ്റിയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കാം. മന്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മന്തിനെക്കാട്ടിലും റൈസ് നല്ല ഫ്ലേവർഫുള്ളായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നല്ല സിമ്പിളാണ്. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ഈ മസാലയാണ്. അപ്പോൾ നമുക്ക് ഈ സ്പൈസ് മിക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഏലക്ക, ഒരു 4-5 ഏലക്ക ഉണ്ടാവും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി മല്ലിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലിയും കുരുമുളകാണ് നമ്മൾ ടേബിൾ സ്പൂൺ എടുക്കുന്നത്, ബാക്കി ടീസ്പൂണിലാണ് നമ്മൾ എടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ മുഴുവനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിങ്ങനെ ഇത് വറുത്തെടുക്കാൻ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. കുരുമുളക് എടുക്കുമ്പോൾ മുഴുവൻ കുരുമുളക് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. ഇല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ച കുരുമുളകാണെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഒരിക്കലും പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് ആഡ് ചെയ്യാണ്ടിരിക്കുക. പുറത്തുനിന്ന് വാങ്ങുന്ന കുരുമുളകിന് നമുക്ക് ആ ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് വേറെ സ്പൈസസിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ച് മാറ്റി വെക്കാം. ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുന്നതും ടേസ്റ്റ് കൂട്ടുന്നതും ഒക്കെ ഈ സ്പൈസ് മിക്സാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേജിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിവിടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് നമുക്ക് ചിക്കനാണ് വേണ്ടത്. ചിക്കൻ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വെയിറ്റ് ഇല്ലാത്ത 1 കിലോ അല്ലെങ്കിൽ 1 കിലോ താഴെ വെയിറ്റ് വരുന്ന ചിക്കൻ എടുക്കാൻ നോക്കണം. നല്ല മൂപ്പുള്ള അല്ലെങ്കിൽ നല്ല വെയിറ്റുള്ള ചിക്കൻ എടുത്താൽ എന്താ പറയുക, ടേസ്റ്റിന് കുറവുണ്ടാവുന്നല്ല, പക്ഷേ മൂപ്പുള്ള ചിക്കൻ ആണെങ്കിൽ ജ്യൂസി ആയിരിക്കില്ല, കുറച്ച് ഹാർഡായിട്ട് തോന്നും. അതുകൊണ്ട് പറ്റുന്നത്ര മാക്സിമം വെയിറ്റ് കുറഞ്ഞ ചിക്കൻ എടുക്കാൻ നോക്കുക. 1 കിലോ അല്ലെങ്കിൽ 1 കിലോൻ്റെ താഴെയുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പൊതുവേ നാട്ടിൽ അങ്ങനത്തെ ചിക്കൻ കിട്ടാൻ പാടാണ്. എന്നാലും 2 കിലോ വരുന്ന ചിക്കനൊന്നും ഒരിക്കലും എടുത്ത് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഇനി അങ്ങനത്തെ ചിക്കൻ എടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. അതിങ്ങനെ പീസസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്, മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കുന്ന മുന്നേ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസ് മിക്സ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വിതറി കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ല ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ സാദാ വെള്ളം ഒഴിക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ഇത് സാധാരണ ബസ്മതി റൈസാണ്. സെല്ല റൈസും യൂസ് ചെയ്യാം, നോർമൽ ബസ്മതി റൈസും യൂസ് ചെയ്യാം. ഇവിടെ 2.5 കപ്പ് റൈസാണ് എടുക്കുന്നത്. അത് നല്ലോണം കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ആ ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ ചിക്കൻ സ്റ്റോക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മാഗി ക്യൂബ്സും യൂസ് ചെയ്യാം. ഇവിടെ ചിക്കൻ നല്ല കുക്കായി വന്നിട്ടുണ്ട്. വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ചിക്കനാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഇതിനി ആ ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വറ്റിച്ചെടുക്കാൻ പാടില്ല. അടച്ച് വെച്ചിട്ടേ വേവിക്കാൻ പാടുള്ളൂ. നമുക്ക് ആ ചിക്കൻ സ്റ്റോക്കിലാണ് റൈസ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിലെ ചിക്കൻ എടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇനി ചിക്കൻ സ്റ്റോക്ക് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അരി വേവിക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യണം. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യമുള്ള വെജീസ് നോക്കാം. 2 മീഡിയം ഉള്ളി, 1 വലിയ
ക്യാപ്സിക്കം, ഒരു വലിയ തക്കാളി. തക്കാളി അത്യാവശ്യം വലിപ്പം വേണം. ഇതൊക്കെ നമുക്ക് നല്ല സ്ലൈസ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ നമുക്കൊരു 3 ഉള്ളി വരെ എടുക്കാം. ഇവിടെ ചിക്കൻ വേവിച്ച പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയും ഒക്കെ വഴറ്റാൻ പോകുന്നത്. 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേറെ സ്പൈസസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് സ്പൈസ് മിക്സ് തന്നെ മതി. ഉള്ളി വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ല വെന്തുടയുന്ന വരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചോറ് സാധാരണ അറബിക് റൈസിലൊന്നും മസാല കാണില്ലല്ലോ. നല്ലോണം അയൽക്ക് വെന്ത് മെൽറ്റായിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ലോണം വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മൾ ക്യാപ്സിക്കം തക്കാളിയും ഉള്ളിയും നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ 2.5 കപ്പ് അരി എടുത്തുകൊണ്ട് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അരി സോക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കണക്കെടുക്കുന്നത്. അല്ലെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വേണ്ടി വരും. ഇനി നമ്മൾ സോക്ക് ചെയ്തിട്ട് കുതിർത്ത് വാർത്ത് വെച്ചിട്ടുള്ള അരി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 1/4 മണിക്കൂർ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക. ഇനി നമുക്ക് വേവിച്ച ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച ചിക്കനില്ലേ, അത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. കുക്കാവാനൊന്നുമില്ല, കുക്കായിട്ടുണ്ടാവും ചിക്കൻ. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒന്നതിലേക്ക് വിതറിക്കൊടുക്കാം. അപ്പോൾ ഇനി നോർമൽ നമ്മൾ മന്തിക്കൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. കുറച്ചധികം തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, എരിവിന് ആവശ്യമുള്ള മുളക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ചെയ്യാവും നല്ലത്. നമുക്ക് ആ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ടൊമാറ്റോ ചട്നി. ഈ ഹനീത് റൈസ്ക്ക് ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ നിങ്ങൾക്ക് മയോണൈസ് ഇഷ്ടമാണെങ്കിൽ അതും കൂട്ടാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലേവറുള്ള ഹനീത് റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുവരെ ഹനീത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മന്തി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കുന്നവരാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് ഹനീത് റൈസ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഭാവിയിൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും.